ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എനിക്ക് ബയോളജി എക്സാമാണ്. അപ്പോൾ ഞാൻ അതിനെ രാവിലെ തന്നെ എണീറ്റ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇന്നലെ എനിക്ക് കെമിസ്ട്രി ആൻഡ് ഫിസിക്സ് ആയിരുന്നു. കുഴപ്പമില്ല, എന്നാലും എന്താ പറയുക, ടൈം ടേബിൾ തന്നെ ഒരു പേട്ടയായതുകൊണ്ട് എക്സാമിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. ഒരു ദിവസം പോലും മുടക്കില്ലാണ്ടാണ് ഇവർ ഈ ടൈം ടേബിൾ വെച്ചിരിക്കുന്നത്. എന്താ അറിയില്ല. എക്സാം അത്ര അങ്ങോട്ട് കുഴപ്പമുണ്ടായിരുന്നില്ലെങ്കിലും പാടായിരുന്നു. പിന്നെ ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണാം, ഞാൻ ബാക്കിൽ എന്തൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് ഇടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രാവിലെ തന്നെ എണീറ്റാണല്ലോ ഇത് സംസാരിക്കുന്നത്. കാരണം പുറത്ത് നല്ല കാറ്റാണ്. ഞാൻ പറയുന്നതൊന്നും കേൾക്കുന്നില്ല. ഞാനിങ്ങനെ കേട്ട് നോക്കിയപ്പം ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ കാറ്റിൻ്റെ ശബ്ദമാണ്. ഇപ്പോഴും ഞാനിത് എഡിറ്റ് ചെയ്യുമ്പോൾ നല്ല കാറ്റാണ് പുറത്ത്. അപ്പോൾ ഗൈസ്, ഞാൻ ബയോളജി എക്സാമിന് വേണ്ടി പഠിക്കുകയാണ്. ഇനി ബയോളജി കഴിഞ്ഞ് മലയാളവും സംസ്കൃതവും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സുഖമായി എക്സാമൊക്കെ കഴിഞ്ഞ് അടിച്ചു പൊളിക്കാം. അപ്പോൾ ഗൈസ്, നാളത്തെയും കൂടെ എക്സാം മലയാളം സംസ്കൃതം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സുഖമായി നമുക്ക് വെക്കേഷനായി. അത് കഴിഞ്ഞ് വീണ്ടും എക്സാം പേപ്പർ, അങ്ങനെ ടെൻഷനുകൾ തുടങ്ങും. അപ്പോൾ ഗൈസ്, കുറേ പേര് പറഞ്ഞു എക്സാം എളുപ്പമാണ്, കുറേ പേര് പറഞ്ഞു ടഫായിരുന്നു എന്നൊക്കെ. അതിനെ പറ്റി ആലോചിക്കേണ്ട, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി നമുക്ക് പേപ്പർ കിട്ടുമ്പോൾ മാത്രം ആലോചിച്ചാൽ മതി. അങ്ങനെ ഞാൻ ബയോളജി എക്സാമിന് വേണ്ടി ഇരുന്ന് പഠിക്കുകയാണ്. പിന്നെ ഗൈസ്, നമ്മുടെ വീട്ടിൽ കുട്ടികളിൽ നേരത്തെ എണീക്കുന്ന, ഞാൻ കഴിഞ്ഞിട്ട് നേരത്തെ എണീക്കുന്ന ആളാണ് നമ്മുടെ കുക്കു 3 മണി എന്നുള്ള സമയം ഉണ്ടെങ്കിൽ അവൻ എണീറ്റിരിക്കും. അത് കാരണം എബിയാനിക്ക് നല്ല സുഖമാണ്. എബിയാനി കുറച്ചും കൂടി രാവിലെ ആയിട്ടാ അവനെ പുറത്തേക്ക് കൊണ്ടുവരുള്ളൂ. കാരണം ഇവിടെ ആരും ഉണ്ടാവില്ലല്ലോ, ഞങ്ങളിരുന്ന് പഠിക്കാവും. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് അവനെ പുറത്തേക്ക് കൊണ്ടുവരിക. അതുവരെ എബിയാനിക്ക് നല്ല സുഖമാണ് അതിൻ്റെ ഉള്ളിൽ. അവനങ്ങനെ കരച്ചിലും വാശൊന്നുമില്ല, അവനിങ്ങനെ കിടന്ന് കളിച്ചോളും. പക്ഷേ എബിയാനിക്ക് ഉറങ്ങാൻ പറ്റില്ല എന്നുള്ളൂ. പിന്നെ അവനെ രാവിലെ തന്നെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് നേരം എടുക്കണം, എന്നാലേ കുറച്ച് സമാധാനം ഉണ്ടാവുള്ളൂ. പിന്നെ അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആൽഫി എണീറ്റു. അപ്പം ഞാൻ ആൽഫിയുടെ കുക്കുനെ കൊണ്ടുകൊടുത്തു. പിന്നെ ആൽഫിയും അച്ചും, ആൽഫി ഇപ്പോൾ +2-ലും അച്ചു ഇപ്പോൾ +1-ലാണ്. അവർക്കും ഇപ്പോൾ എക്സാമൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് യാതൊരു വക ടെൻഷനും ഇല്ല ഗൈസ്. അവർ പോവുക, എക്സാമിന് പോവുക, വരിക, എക്സാമിന് പോവുക, വരിക, അതാണ് സംഭവം. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ കുഞ്ഞാക്കി എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പപ്പ ഉണ്ടാക്കിയ സാധനം കൊണ്ടുവരാം. അപ്പൊ ഇന്ന് കുഞ്ഞാരിക്ക് എന്തോ സ്റ്റാറും കാർഡൊക്കെ കൊണ്ടുപോകണം സ്കൂളിലേക്ക്. അപ്പൊ കുഞ്ഞച്ചൻ ഒരു അടിപൊളി സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്, കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അത് കാണിച്ചു തരാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഒരുമിച്ച് പിടിക്കും, നല്ല കാണാം. സിമ്പിളാണ്, പക്ഷെ നല്ല ഭംഗിയുണ്ട്. നല്ല രസമുണ്ട്. ഇങ്ങനെ പച്ച പണിയാണ് പോകുന്നത്. സിമ്പിളാണ്, എന്നാ ഭംഗിയുണ്ട്. കുഞ്ഞച്ചൻ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ട്രീ ആണ് ഇഷ്ടപ്പെട്ട കൂടുതൽ. പിന്നെ ചോറത് കാണിക്കണ്ട, അതിലിട്ട് ഒന്നും ചെയ്തിട്ടില്ല കൈ. അത് പപ്പ വന്നിട്ട് ഇപ്പൊ ചെയ്ത് പപ്പ വന്നിട്ട് ചെയ്യണുള്ളൂ. ഇഷ്ടപ്പെടും ടീച്ചർമാർക്ക്. അപ്പൊ ഇതിന് എന്നൊരു കളർ അടിക്കണം പപ്പ വന്നിട്ട്. അപ്പൊ കളർ പേപ്പർ ഉണ്ടാക്കാനില്ലേ ഉണ്ടായിരുന്നില്ല എന്നുള്ളിട്ട് A4 ഷീറ്റ് വെച്ചിട്ട് ചെയ്തതാ. അപ്പൊ ഗൈസ്, ഞാൻ ഇങ്ങനെയാണ് പഠിക്കുന്നത്. ഇവിടെ എന്താ ഗൈസ്, ഇവിടെ ഇവിടെ നമ്മൾ വിട്ടുപോയ അക്ഷരങ്ങൾ തന്നെയാണ്. ഇവിടെ ഡക്ക കലം, പിന്നെ വായിച്ചോളാം. ചക്ക, കുഴപ്പമില്ല. എന്റെ ലെക്ക. പിന്നെ ഇവിടെ റൈറ്റ്. വീണ നമ്മുടെ എങ്ങനെ മാച്ചിങ് വരുമോ? ഇങ്ങനെ പിക്ചർ ചെയ്യുന്ന വരും. അപ്പൊ ഗൈസ്, ഞാൻ
ബാക്കി പഠിച്ചിട്ട് പിന്നെ കാണാം. അപ്പം അച്ഛന് എക്സാം ഇല്ല, അത് കാരണം അവൻ സുഖമായിട്ട് കിടക്കുകയാണ്. കുക്കുവിനെ അപ്പം അവൻ എടുത്ത് കിടക്കുകയാണ്. അവൻ എണീറ്റിട്ടില്ല ഇതുവരെ. പിന്നെ കുക്കുവിനെ ഇവിടെ എടുത്ത് നടക്കാൻ കുറേ പേരുണ്ട്. അത് കാരണം ഒരു മുഖം തന്നെ കണ്ട് അവൻ അങ്ങനെ മടുക്കില്ല. അങ്ങനെ കുറേ പേര് ഇങ്ങനെ എടുത്ത് നടന്നുകൊണ്ടിരിക്കും. ഒരാൾ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആൾ, ഒരാളുടെ കഴിഞ്ഞാൽ അങ്ങനെ. പിന്നെ നമ്മുടെ പുൽക്കൂടിൻ്റെ പണി ഇവിടം വരെയൊക്കെ ആയിട്ടുണ്ട്. മാല ബൾബൊക്കെ ഇട്ടായിരുന്നു, അത് ആ വീട്ടിലുണ്ടായിരുന്നല്ലോ. പിന്നെ നമ്മൾ ട്രീ ഒക്കെ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ നമ്മുടെ പുൽക്കൂടിൻ്റെ പണി ഇവിടം വരെ ആയിട്ടുണ്ട്. ഇനി ക്രിസ്മസ് ആകുമ്പോഴത്തേക്ക് ഫുള്ള് സെറ്റാക്കും. അപ്പോൾ ക്രിസ്മസ് ആകുമ്പോഴത്തേക്ക് ഫുള്ള് പണി തീരും. നമ്മൾ തെനയൊക്കെ വിതച്ചിട്ടുണ്ട് പാടം പോലെ. അപ്പോൾ ക്രിസ്മസിന് തലേദിവസം ആകുമ്പോഴത്തേക്കും പണിയൊക്കെ തീരും. അപ്പോൾ നമ്മുടെ ഈ ക്രിസ്മസ് കൂട് കാണാൻ എല്ലാവരും വന്നോളൂ. പിന്നെ ഇതിൻ്റെ മൊത്തം വർക്ക് മീൻസ് പണി നോക്കുന്നത് അമ്മച്ചും അപ്പച്ചനും കൂടെയാണ്. നമുക്ക് അവിടെ തിരിഞ്ഞ് നോക്കാൻ പറ്റില്ല, കാരണം അറിയാലോ എക്സാമാണ്. എക്സാമൊക്കെ ഒന്ന് കഴിയുമ്പോഴാണ് ഞാൻ സഹായിക്കാനൊക്കെ ചെല്ലണം തന്നെ. പിന്നെ ഗൈസ്, ഈ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുക്കുവിൻ്റെ കള്ളക്കരച്ചിലാണ്. അവനിങ്ങനെയാണ് കള്ളക്കരച്ചിൽ കഥയാ. കാരണം അവൻ്റെ ഒരു സാധനം ഉണ്ടായിരുന്നു ലൈറ്റ് പോലത്തെ, അത് അവൻ ഇങ്ങനെ നിലത്തേക്ക് ഇട്ടു. അത് എടുക്കാൻ വേണ്ടിയുള്ള കള്ളക്കരച്ചിലാണ് അവൻ്റെ. ഇപ്പൊ പഠിച്ചേക്കണ ഒരു കരച്ചിലാണ് ഇങ്ങനെ ഊന്ന് പിടിച്ച് മുഖം പിടിച്ചിട്ട് ഇപ്പോൾ കള്ളക്കരച്ചില്. പിന്നെ നല്ല രസമാണ് ഇത് കാണാൻ. അതാണ് ഞാൻ വീഡിയോ എടുത്ത് അവന് വലുതാവുമ്പോൾ നമുക്ക് കാണിച്ചു കൊടുക്കാമല്ലോ. ഞങ്ങളിങ്ങനെ ഇരുന്ന് ചിരിക്കാൻ വേണ്ടി ഈ കരച്ചിൽ കാണുമ്പോൾ. പിന്നെ ഗൈസ്, കുഞ്ഞാറ്റയ്ക്കും ഇന്ന് എക്സാമാണ്. ഇന്നത്തെ കൂടെ കഴിഞ്ഞ കുഞ്ഞാറ്റയുടെ എക്സാം കഴിഞ്ഞു. അവള് സ്വതന്ത്രയായി. അപ്പോൾ അവൾക്കും എനിക്കും ഇന്ന് എക്സാം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എക്സാമിന് പോകാൻ വേണ്ടി റെഡിയായി. അങ്ങനെ ഗൈസ്, എക്സാം ഒക്കെ കഴിഞ്ഞ് വന്ന് നാളത്തെ പരീക്ഷയ്ക്ക് ഞാൻ പഠിക്കാനിരിക്കണം മലയാളം. ഇതും കൂടെ കഴിഞ്ഞാൽ എനിക്ക് സംസ്കൃതം കൂടെ പഠിക്കണം. മലയാളം സംസ്കൃതവും കൂടെ. പിന്നെ ഗൈസ്, ബയോളജി എക്സാമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്ര എളുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ സോഷ്യൽ എക്സാമിൻ്റെ എനിക്ക് എഴുതാൻ പറ്റിയില്ല, തെറ്റിപ്പോയില്ലേ, അതിൻ്റെ വിഷമം മാറിയത്. ബാക്കിയുള്ള സബ്ജക്റ്റും കൂടെ എനിക്ക് മനസ്സിലായി പാടാന്ന്, മീൻസ് ടഫാന്ന് മനസ്സിലായത് കൊണ്ട് എനിക്ക് അതിൻ്റെ വിഷമം ഇപ്പം ഇല്ല. എല്ലാം ടഫായിരുന്നില്ല, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. എന്തായാലും ഞാൻ പാസ്സാവും. പക്ഷെ മാർക്ക് അത്ര ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലെങ്കിൽ നല്ല വിഷമമുണ്ട്, കാരണം ഇപ്രാവശ്യം എനിക്ക് അങ്ങനെ പഠിക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഇതില്. പിന്നെ ഇന്നത്തെ നാളത്തെ കൂടെ കഴിയാം. നാളത്തെ കൂടെ പിന്നെ സുഖമായി സുഖമായിട്ട് കടന്നു. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നതായിരിക്കും. ടാറ്റാ.